ഹലോ ഗൈസ്, ഐ ആം ഐഷു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടിരിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എണീക്കലുണ്ട്, എന്നാൽ അത്ര നേരത്തെയൊന്നും അല്ല. അപ്പൊ ഇന്ന് ഞാനൊരു 7 മണിക്കായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ എന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. പിന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി അങ്ങനെ ഇരിക്കുവായിരുന്നു. എനിക്കാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര മന്ദതയാണ്. ഇങ്ങനെ എത്ര ഉറങ്ങിയാലും പിന്നെ എനിക്ക് ഇങ്ങനെ ഉറക്കം വരുന്ന ടൈപ്പാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല. അങ്ങനെ പിന്നെ കുറച്ചേരം പുറത്തൊക്കെ പോയി നടന്നിട്ട് സ്കൂബിയുടെയും കുഞ്ഞിന്റെ കൂടെ ഒക്കെ കുറച്ചേരം ഇരിക്കായിരുന്നു. ഇന്നപ്പോൾ ഞാൻ ഓർത്തോന്ന് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കുളിക്കാന്ന്. ഇതെനിക്ക് അമ്മ കാച്ചി തന്ന എണ്ണയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എണ്ണ തേക്കത്തില്ല, ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ തേക്കത്തുള്ളൂ. അപ്പൊ തന്നെ ആയിരിക്കും ഷാമ്പു ഇടുന്നതും. പിന്നെ ഈ വർഷത്തിൽ തന്നെ എന്റെ ഹെയർ ഞാൻ 2 വട്ടം വെട്ടി. ആദ്യം ഒന്ന് വെട്ടി, അത് വളർന്നപ്പോൾ പിന്നെ കഴിഞ്ഞിടക്കാണ് ഞാൻ ഒന്നുകൂടെ വെട്ടിയത്. എനിക്ക് 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് നല്ല ലെങ്തിൽ ഹെയർ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വട്ടം ഷോർട്ട് ആക്കിയപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വളരുമ്പോ പിടിച്ചു വെട്ടിയില്ലെങ്കിൽ എന്തോ പോലാണ്. ഈ ചാനലിൽ തന്നെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ 3 എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ നല്ലൊരു കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പരിപാടി എന്ന് വെച്ചാല് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, പിന്നെ നട്ട് വിടണം. അത് കഴിഞ്ഞ് ഇനി പഠിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇതിനൊരു വലിയ കഥയുണ്ട്. ശരിക്കും ഞാൻ ഇത് കുറെ റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചൊരെണ്ണമാണ്. എന്താന്ന് വെച്ചാൽ എന്റെ സ്കിൻ ശരിക്കും ഓയിലി സ്കിന്നാണ്. പക്ഷെ കുറച്ച് നാൾ മുന്നേ ഒന്ന് ഇടയ്ക്ക് നല്ല ഡ്രൈ സ്കിൻ ആയിരുന്നു. ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചാണിത്. പക്ഷെ ഇത് നല്ല ഓയിലി ആക്കുന്നുണ്ട് സ്കിന്ന്. പിന്നെ സൺസ്ക്രീൻ കൂടെ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഡോക്ടർ എഴുതി തന്നെയായിരുന്നേ. എക്സ്പെൻസീവ് ആണ്, പക്ഷെ അടിപൊളിയാണ്. ഇപ്പൊ തന്നെ സമയം 9 മണി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോയി അത്തി വിടാൻ പോവാണ്. അമ്മ രാവിലെ പൂവൊക്കെ പറിച്ച് വെച്ചുകൊണ്ട് പിന്നെ വലിയ പാടൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് ഇട്ട് കഴിയായിരുന്നു. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു അത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫുഡും കഴിച്ചിട്ട് പോയി പഠിക്കാനിരിക്കണം. എനിക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണ്. ഏതിൽ ലൈവ് മിസ്സായ പിന്നെ ബാക്കിൽ പോയി തീർക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ തന്നെ കുറെ ഉണ്ട് പെൻഡിങ് ആയിട്ട്. പിന്നെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച് ഇന്ന് എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം, അതുപോലെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. പിന്നെ ഇന്ന് ഇങ്ങനെ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല, ഇടയ്ക്കൊക്കെ മിസ്സാകാറുണ്ട്. പിന്നെ ഞാൻ മാക്സിമം നോക്കും. രാവിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 9 മുതൽ 12:45 വരെയാണ്. അത് ഫിസിക്സ് ക്ലാസ് ആയിരുന്നു ഇന്ന്. അപ്പൊ അത് ഫുൾ ഇന്ന് കണ്ടു തീർക്കണം. അങ്ങനെ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ വന്നിരുന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിലെ തന്നെ സ്കൂബിയുടെ കുഞ്ഞാണ്. അപ്പൊ അതായിട്ട് കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു ഇതിനെ എടുക്കാനൊക്കെ. കുഞ്ഞായോണ്ട് തന്നെ ഭയങ്കര കളിയായിരുന്നേ. സമയം ഇപ്പോൾ 1 മണി ആകുകയാണ്. അപ്പൊ ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പഠിക്കാൻ പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണ് ഞാൻ ക്ലാസ്സിലൊന്നും ഇരിക്കുന്നത്. ഒന്നാമത് ഓൺലൈൻ ക്ലാസ്, അതിന്റെ കൂടെ നല്ലോണം ഉറക്കം വരും ഉച്ച കഴിയുമ്പം. പിന്നെ ഞാൻ ഒന്ന് സ്പോട്ട് മാറ്റി പിടിക്കും. അതാണ് എപ്പോഴും ചെയ്യുന്നത്. ഇന്നാണെ മാത്സ് ആയിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഈ സോൾവ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ആ ഒരു ഇതിൽ പൊക്കോളും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് ലൈമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം 3:30. നമ്മൾ 9:30 പഠിക്കാൻ തുടങ്ങിയതാണ്. ഇനിയുണ്ട് കുറച്ചുകൂടെ ക്ലാസ് കാണാൻ. അങ്ങനെ പിന്നെ ബ്രേക്ക് ആയിട്ട് ഞാൻ കുറച്ചു നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി. അപ്പൊ എന്റെ ചേച്ചിമാരൊക്കെ എന്തൊക്കെയോ അങ്ങനെ ആലപ്പുഴ പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ടെറസിലോട്ട് പോയിരുന്നു പഠിക്കാന്ന് ഓർത്ത്. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ ഭയങ്കര ബോറായിരിക്കും. ഞാൻ അവിടെ ചെന്നപ്പോ നല്ല സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നെ കണ്ടപ്പോ തന്നെ അവനങ്ങ് ഇറങ്ങിപ്പോയി. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് പഠിക്കാൻ. നല്ല നാച്ചുറൽ ലൈറ്റും ചെറിയ കാറ്റും കുറെ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട്. പണ്ട് ഇതുപോലെ 10th എക്സാമിന് ഒറ്റ ദിവസം കൊണ്ട് കുറെ ചാപ്റ്റർ പഠിക്കാന്നും പറഞ്ഞ്, അതും പ്രകൃതി ആസ്വദിച്ച് പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ പോയിരുന്നു. അതൊക്കെ കുറെ നേരം നല്ലോണം ഇരുന്ന് പഠിച്ചെങ്കിലും പിന്നെ ഞാനങ്ങ് ഫ്ലാറ്റായി. പിന്നെ അമ്മ ഒന്ന് തിരക്കി വിളിച്ചപ്പോഴാണ് എണീറ്റത്. പിന്നെ ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കഴിക്കാന്നോർത്ത് നിന്ന് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാനുള്ള സാധനം ഈ പഴം കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് നെയ്യിൽ തന്നെ റോസ്റ്റ് ആക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ആണ് അതിന്. പിന്നെ ഇപ്പൊ ഇതിന് സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് മിൽക്ക് മെയ്ഡും ബട്ടറും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പഠിക്കാനായിട്ടിരുന്ന് കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ തീർക്കാനുണ്ടായിരുന്നു.
നെക്സ്റ്റ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കണം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടാ, ഇടയ്ക്കൊക്കെ ക്ലാസ് മിസ്സാകാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നല്ല ലേറ്റ് ആയിട്ട് എണീറ്റ് അന്നത്തെ ദിവസം ഫുള്ള് പോയി ഇരിക്കലുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച ഫുൾ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് നേരെ ഫോൺ എടുക്കും. അങ്ങനെ ഇനി കുറച്ച് നേരം റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ പുതിയതായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി എങ്ങനത്തെ വീഡിയോ വേണമെന്നും കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.